എല്ലാവർക്കും നമസ്കാരം. സോ ആകാംക്ഷയുടെ ആശങ്കയുടെ മുൾമുനയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ. കാരണം 22-ാം തീയതി ഞായറാഴ്ച മുഹമ്മദൻസിനെതിരെ കൊച്ചിയിൽ വീണ്ടും ഒരു ഹോം മാച്ച് കളിക്കാൻ 13-ാം റൗണ്ടിൽ ഒരു ഹോം മാച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുമ്പോൾ ആ മത്സരം ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുൾമുനയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 12 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 11 പോയിന്റുകൾ മാത്രം നേടി 7 തോൽവികൾ ഉൾപ്പെടെ 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ 3 സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫ് കളിച്ച ടീമിന്റെ ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ തുലാസിലാടുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത്. മാത്രവുമല്ല, ഹെഡ് കോച്ച് മൈക്കൽ സ്റ്റാറെ, നിലവിലുണ്ടായിരുന്ന ഹെഡ് കോച്ച് മൈക്കൽ സ്റ്റാറയെ പുറത്താക്കി. അദ്ദേഹം ടീം വിട്ടുപോയി കഴിഞ്ഞു. അതിനുശേഷം പകരക്കാരൻ കോച്ച് ആരെന്ന തീരുമാനം ഇതേവരെ വന്നിട്ടില്ല. ആ തീരുമാനത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ തീരുമാനം വൈകുകയാണ്. നിലവിൽ ഇന്ററിം ഹെഡ് കോച്ചിനാണ് ടീമിന്റെ ചുമതല. മാത്രവുമല്ല, ഗാലറിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമായിരുന്ന 12th മാൻ എന്നറിയപ്പെടുന്ന ആരാധക കൂട്ടം, മഞ്ഞപ്പടയുടെ നേതൃത്വത്തിലുള്ള ആരാധക കൂട്ടം ഈ മത്സരം മുതൽ, മുഹമ്മദൻസിനെതിരെ ഞായറാഴ്ച നടക്കുന്ന മത്സരം മുതൽ ഗാലറിയിൽ ടീമിനെ അനുകൂലിക്കുന്ന യാതൊരു തരത്തിലുള്ള സപ്പോർട്ടീവ് ആക്ടിവിറ്റീസും നടത്താതെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. അതായത് ഒരു രീതിയിലുള്ള സപ്പോർട്ടിങ്ങും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഗാലറി തികച്ചും മൗനമായിരിക്കും. ഇതാദ്യമായിട്ടായിരിക്കും കൊച്ചിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ബഹുവിധങ്ങളായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും മുൾമുനയിലെ ഹോം മാച്ച് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ISL നിലവിലുള്ള പോയിന്റ് പട്ടിക എടുത്ത് നോക്കിയാൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് 26 പോയിന്റ്, ബംഗളൂരു FC 2ാം സ്ഥാനത്ത് 24, 3ാം സ്ഥാനത്ത് FC ഗോവ 22. സോ ടോപ്പിൽ നിൽക്കുന്ന 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകളെല്ലാം അതിവേഗം ബഹുദൂരം മുന്നിൽ പോയി കഴിഞ്ഞു. സോ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബഗാനും 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നിലവിൽ തന്നെ 15 പോയിന്റിന്റെ വ്യത്യാസമാണ്. ISL 11ാം സീസൺ മിഡ്വേ, അതായത് 12 മത്സരങ്ങൾ കൃത്യം പകുതി പൂർത്തിയായ ഈ സമയത്ത് തന്നെ 15 പോയിന്റിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ബിഗ് ഗ്യാപ്പ്. സോ അതെങ്ങനെ നികത്തും എന്നുള്ളതിന്റെ വലിയ ഒരു ഒരു റിപ്പയറിംഗ് വർക്ക് വേണ്ടിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും. ടീമിലേക്ക് നോക്കിയാൽ ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ: ടീം വർക്ക്. ടീം വർക്കും യൂണിറ്റിയും, ഐക്യത്തോടു കൂടിയുള്ള ടീം വർക്ക് സക്സസ് ആയാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ. ടീം വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗോൾ കീപ്പിങ്ങും ഡിഫൻസും ഒക്കെ ഉൾപ്പെടെയുള്ള, ഇപ്പൊ മുന്നേറ്റ നിരയിൽ എത്ര ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചാൽ, ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് 19 ഗോളുകൾ ഓൾറെഡി സ്കോർ ചെയ്ത് കഴിഞ്ഞ ടീമാണ്. 19 ഗോളുകൾ, പക്ഷേ 24 ഗോളുകൾ വഴങ്ങി. 19 ഗോൾ അടിച്ചപ്പോൾ 24 ഗോളുകൾ മേടിച്ചു. അപ്പോൾ എത്ര ഗോൾ അടിച്ചാലും തിരിച്ചിങ്ങോട്ട് ഗോളുകൾ വഴങ്ങുന്നു എന്നുള്ള ആ ഒരു മോശം പേര് മാറ്റിയെടുക്കാൻ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റും ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയും ആവശ്യമുള്ള സമയങ്ങളിൽ സ്ട്രൈക്ക് ചെയ്ത് ടീമിന് വിജയങ്ങൾ കൊണ്ടുവരാനായിട്ട് മുന്നേറ്റ നിരയും പരിശ്രമിക്കുന്ന ഒരു കൊഹസീവ് ടീം വർക്ക്, യൂണിറ്റിയോട് കൂടിയുള്ള ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ടുള്ള യാത്ര സാധ്യമാകൂ. മുഹമ്മദൻസിനെതിരെ ഹോം മാച്ച് നിർണായകമായ മത്സരമാണ്. കാരണം തുടർച്ചയായി 3 തോൽവികൾ വീണ്ടും തോറ്റു നിൽക്കുകയാണ്. 7 തോൽവികളായി കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിലേക്കുള്ള മടങ്ങി വരവ്. സോ ഡിസംബർ 22 ഞായറാഴ്ച മുഹമ്മദൻസിനെതിരെ കൊച്ചിയിൽ മസ്റ്റ് വിൻ, ജയിച്ചേ തീരൂ. ഇതിനപ്പുറമില്ല. എന്തെങ്കിലും സാധ്യത ടീമിന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യതയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ഈ മത്സരം ജയിച്ചേ തീരൂ. കാരണം മുഹമ്മദൻസിനെതിരെ ഈ മത്സരം ജയിച്ചാൽ ഒരു ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാൻ, വീണ്ടെടുക്കാൻ ടീമിന് കഴിയും. അടുത്തതായി ഈ വർഷം തീരുന്നതിന് മുൻപ്, കലണ്ടർ ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് ഡിസംബർ 29 ജംഷഡ്പൂരിനെതിരെയേ, പിന്നെ ജനുവരിയിൽ സ്റ്റാർട്ടിംഗ് പഞ്ചാബിനെതിരെയേ, പിന്നെ അഗെയിൻ ജനുവരി 13 കൊച്ചിയിൽ ഒഡീഷയുമായി ഹോം മാച്ച്. സോ മുഹമ്മദൻസ്, ജംഷഡ്പൂർ, പഞ്ചാബ്, ഒഡീഷ, ഈ 4 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിചാരിച്ചാൽ, ശ്രമിച്ചാൽ, ശ്രദ്ധിച്ച് കളിച്ചാൽ, ഒരുമിച്ച് നിന്നാൽ, പിഴവുകളില്ലാതെ കളി പൂർത്തിയാക്കാനായാൽ ജയിക്കാവുന്നതേ ഉള്ളൂ. ഈ 4 മത്സരങ്ങളിലെ മാക്സിമം കിട്ടാവുന്ന 12 പോയിന്റ്, മാക്സിമം പോയിന്റ്, ആ പോയിന്റിലെ മാക്സിമം പോയിന്റ് എടുക്കാൻ സാധിച്ചാൽ 23ലേക്ക് പോകാൻ കഴിയും. അത് അപ്പോഴും പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കുമെന്ന് പറയാനാവില്ല. പക്ഷേ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി
തെളിച്ചു നിർത്താൻ ഈ 4 മത്സരങ്ങളിലെ മാക്സിമം പോയിന്റ് എടുക്കൽ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും. അതിന്റെ തുടക്കമാണ് 22-ന് മോഹമ്മദൻസിനെതിരെ നടക്കുന്ന ഹോം മാച്ച്. കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ എത്തുന്ന മോഹമ്മദൻസ് ആകട്ടെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. അവരെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും ഒടുവിൽ 13-ാം സ്ഥാനത്താണ്. അവർ 11 കളികളിൽ ആകപ്പാടെ അവർക്കുള്ളത് 5 പോയിന്റാണ്. 5 ഗോളുകൾ മാത്രം അടിച്ച ടീമാണ് ഈ 11 കളിയിൽ. ഈ ലീഗിൽ ഏറ്റവും കുറവ് ഗോളുകൾ അടിച്ച ടീമാണ്. പോയിന്റ് പട്ടികയിൽ ഏറ്റവും ഒടുവിലാണ്. വളരെ പരിതാപകരമായ അവസ്ഥയിൽ വരുന്ന മോഹമ്മദൻസിനെതിരെ ഒരു വിജയം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതെങ്കിലും അതുകൂടി നേടാൻ സാധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. സോ അതിന്റെ സമ്മർദ്ദം, അതുകൊണ്ടാണ് പറഞ്ഞത് മുൾമുനയിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം, ഹോം മാച്ച് എല്ലാ അർത്ഥത്തിലും. ഇനി കഴിഞ്ഞ ഒക്ടോബർ 21-നാണ് മോഹമ്മദൻസിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ എവേ മത്സരം കളിച്ചത്. ആ കളി 1-നെതിരെ 2 ഗോളുകൾക്ക്. ഒരു ഗോൾ കൺസീഡ് ചെയ്തു പെനാൽറ്റിയിലൂടെ. ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷമാണ് തിരിച്ചടിച്ച് ഹിമെനസും പെപ്രയും അടിച്ച ഗോളുകളിലൂടെ ആ മത്സരം നമ്മൾ സ്വന്തമാക്കുന്നത്. സോ ലീഗ് ഡബിൾ മോഹമ്മദൻസിനെതിരെ കൊച്ചിയിലും ജയിച്ചാൽ ഈ സീസണിലെ ആദ്യത്തെ ലീഗ് ഡബിൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള മറ്റൊരു മധുര മനോഹര ഒരു മോഹം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അതുകൂടെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ പുതിയ ഹെഡ് കോച്ച് വന്നിട്ടില്ല. ഇന്ററിം ഹെഡ് കോച്ചായ, നിലവിൽ അസിസ്റ്റന്റ് കോച്ചായിരുന്ന പുരുഷോത്തമനാണ് ഇന്ററിം ഹെഡ് കോച്ചിന്റെ ചുമതല. അദ്ദേഹവും സമ്മർദ്ദത്തിലായിരിക്കും. കാരണം പുതിയ ഹെഡ് കോച്ച് വരുന്നത് വരെ ടീമിനെ കൂടുതൽ കേടുപാടുകൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പുരുഷോത്തമന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. സോ പുരുഷോത്തമൻ അതിന് കഴിയട്ടെ. ഈ ഒരു സ്ട്രെച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ, ഈ നടക്കുന്ന ഹെഡ് കോച്ച് വരുന്നത് വരെയുള്ള മത്സരങ്ങളിൽ വലിയ തട്ടുകേടുകൾ കൂടാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുരുഷോത്തമൻ കൂടി കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന തുടർ തോൽവികളുടെ പശ്ചാത്തലത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ആരാധക സംഘടനയായ കൂട്ടായ്മയായ മഞ്ഞപ്പട വലിയ പ്രതിഷേധ പരിപാടികളാണ് പ്രഖ്യാപിച്ചത്. അതൊക്കെ നമ്മൾ കേട്ടു. അതിന്റെ തുടക്കം കുറിക്കുകയാണ് മോഹമ്മദൻസിനെതിരെ ഡിസംബർ 22-ന് നടക്കുന്ന മത്സരം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. മഞ്ഞപ്പടയുടെ ആവാസ കേന്ദ്രമായ കൊച്ചി സ്റ്റേഡിയത്തിലെ ഈസ്റ്റ് ഗാലറി, അവിടെ ആളുണ്ടാകും. അതായത് മത്സരം ബോയ്ക്കോട്ട് ചെയ്യേണ്ടതില്ല. മത്സരം ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു തീരുമാനമല്ല അവരെടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് ഗുഡ്. അവർ വരും, പക്ഷേ മൗനികളായിരിക്കും. ഗാലറി നിശബ്ദമായിരിക്കും. വളരെ ഫെറോഷ്യസായ, വളരെ വോസിഫറസ് ആയ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന കൊച്ചിയിലെ ഹോം മാച്ച് ആദ്യമായി ഞായറാഴ്ച സൈലന്റ് മോഡിലായിരിക്കാനാണ് സാധ്യത. അതായത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാൻഡുകൾ ഉണ്ടാവില്ല. നോ ചാൻസ്, നോ മെഗാഫോൺസ്, നോ ഡ്രംസ്, നോ പ്ലക്കാർഡ്സ്, നോ ഫ്ലാഗ്സ്, നോ ടിഫോ, നോ സ്മോക്ക്, നത്തിങ്. വരും, കളി കാണും, പോകും എന്നുള്ളതാണ് അവരുടെ തീരുമാനം, മഞ്ഞപ്പടയുടെ. അപ്പൊ അതുകൂടി വളരെ കൗതുകകരമായി ഫുട്ബോൾ ലോകം നോക്കുകയാണ്. കാരണം മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പടയുടെ പിന്തുണ കൊച്ചിയിലെ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്രമേൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ചരിത്രത്തിൽ ആദ്യമായി മഞ്ഞപ്പട ഒരു നിസ്സഹകരണം എന്ന് പറയുമ്പോൾ അത് കളി കാണുന്നു, മറ്റ് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ആദ്യമായി മഞ്ഞപ്പട പോകുന്ന ഒരു കൊച്ചിയിലെ ഹോം മാച്ച് മത്സരം കൂടിയാണ് മോഹമ്മദൻസിനെതിരെ ഞായറാഴ്ച കൊച്ചിയിൽ നടക്കുന്ന മത്സരം. സോ ഗാലറിയിലെ മെഗാഫോണും ആരവങ്ങളും ചാൻഡും ടിഫോസും സ്മോക്കും ഫ്ലാഗ് ഒന്നുമില്ല. അതായത് സാധാരണ നോർമൽ ഒരു ഹോം മാച്ചിൽ ഈസ്റ്റ് ഗാലറിയിൽ 2 പോഡിയങ്ങളാണ് മഞ്ഞപ്പടയ്ക്കുള്ളത്. അതിൽ 4 സെറ്റ് വീതം മെഗാഫോൺസും 4 സെറ്റ് വീതം ഡ്രംസും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നാളെ നിശബ്ദമായിരിക്കും, സൈലന്റ് മോഡിലായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ സൈലന്റ് മോഡിലായിരിക്കും പ്രതിഷേധം. ടീം നല്ല വഴിയിലേക്ക്, ഒരു റൈറ്റ് ട്രാക്കിലേക്ക് ടീമിനെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഈ മൗനമായ പ്രതിഷേധം തുടരാനാണ് മഞ്ഞപ്പടയുടെ തീരുമാനം. ടീമിന്റെ ദുസ്ഥിതി മാറണം, അല്ലെങ്കിൽ ടീം നന്നായിട്ട് പെർഫോം ചെയ്യണം, ടീം വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചു വരണം. അതിനാവശ്യമായ ടീമിനെ വിജയ വഴിയിലേക്ക് കൊണ്ടുവരാൻ പുതിയ മികച്ച ഒരു കോച്ചിങ് സ്റ്റാഫിനെ നിയമിക്കുന്നതിനുൾപ്പെടെയുള്ള ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആവശ്യമെങ്കിൽ പുതിയ മാറ്റങ്ങൾ കളിക്കാരുടെ ഏരിയയിൽ വരുത്തണമെങ്കിൽ അതുൾപ്പെടെയുള്ള എല്ലാ മാറ്റങ്ങളും ക്ലബ്ബ് വരുത്തുകയും വിജയ വഴിയിലേക്ക് ക്ലബിനെ കൂടുതൽ ആവേശോജ്വലമായി ക്ലബ്ബ് തിരിച്ചു വരും എന്നുള്ള അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് മുൻനിർത്തിയാണ് മഞ്ഞപ്പട ഈ ഒരു പ്രതിഷേധ
സൂചകമായി മൗനം, ഒരു സൈലന്റ് മോഡിൽ മത്സരങ്ങൾ ഇനിയുള്ള കൊച്ചിയിലെ ഹോം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവർ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും സോഷ്യൽ കോസ്, അതായത് ഫുട്ബോൾ ഫോർ സോഷ്യൽ കോസ്, ഫുട്ബോള് ഒരു സാമൂഹികമായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സാമൂഹികമായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാവണം ഫുട്ബോൾ എന്നുള്ള മഞ്ഞപ്പടയുടെ ആ ഒരു വളരെ പോസിറ്റീവ് ഒരു മെസ്സേജ് അതുകൂടി ഈ പ്രതിഷേധത്തിന്റെ ഒപ്പം പ്രചരിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. വിച്ച് ഇസ് ഓൾസോ വെരി വെരി ഗുഡ്. ബോൾ ഫോർ എ ഗോൾ എന്ന് പറയുന്ന മഞ്ഞപ്പടയുടെ ഫുട്ബോൾ ഡെവലപ്മെന്റ് സോഷ്യൽ കോസിൽ ഊന്നിയുള്ള, നോബിൾ സോഷ്യൽ കോസിൽ ഊന്നിയുള്ള ഫുട്ബോൾ ഡെവലപ്മെന്റ് പദ്ധതിക്കും നാളെ തന്നെ മുഹമ്മദൻസിനെതിരായ മത്സരം നടക്കുന്ന ഞായറാഴ്ച തന്നെ ഗാലറിയിൽ അവർ അതിന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ബോൾ ഫോർ എ ഗോൾ. കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഓരോ ഗോളുകൾക്കും ഓരോ പന്ത് ഫുട്ബോൾ അവർ സംഭാവന ചെയ്യുകയാണ്. കേരളത്തിലെ അർഹതപ്പെട്ട, അതായത് സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നോക്ക മേഖലയിൽ നിന്നുള്ള അർഹതപ്പെട്ട എന്നാൽ ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ, തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കാണ് ഓരോ ഗോളിനും ഓരോ ബോൾ വെച്ച് മഞ്ഞപ്പട നൽകാൻ ആഗ്രഹിക്കുന്നത്. സർക്കാർ മേഖലയിൽ ഗവൺമെന്റ് സെക്ടറിലുള്ള സ്കൂളുകളെ ആയിരിക്കും പ്രഥമമായി ഇതിന് പരിഗണിക്കുക. എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ പല സ്കൂളുകൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 19 സംസ്ഥാനത്ത് മുഴുവൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നായി 19 വിദ്യാലയങ്ങളാണ് ഇതിനുവേണ്ടി അവർ മഞ്ഞപ്പട സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഔദ്യോഗികമായ ബോൾ ഫോർ എ ഗോൾ പദ്ധതിയുടെ ഈ പ്രതിഷേധത്തിനൊപ്പം ഇത് വളരെ വേറിട്ട ഒരു പ്രതിഷേധം കൂടിയാണ് എന്നറിയുക. ഈ പ്രതിഷേധം കൂടി, ബോൾ ഫോർ എ ഗോൾ എന്ന പദ്ധതി കൂടി നാളെ ഡിസംബർ 22 മഞ്ഞപ്പട കൊച്ചി ഗാലറിയിൽ തുടക്കം കുറിക്കുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും കൗതുകങ്ങൾ നിറഞ്ഞ, പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം തന്നെയാകും മുഹമ്മദൻസിനെതിരെ ഡിസംബർ 22 നടക്കുന്നത്. വി കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് അഗെയിൻ. ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്.